ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡും കഴിഞ്ഞു. ഈ ആഴ്ച പ്രധാനമായിട്ടും പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരാണ് എവിക്റ്റ് ആവുക എന്നുള്ളത്. രണ്ടാമത്തത്, ഷാനവാസ് നെവിൻ ഇഷ്യൂ ലാലേട്ടൻ സംസാരിക്കുമോ എന്നുള്ളത്. എവിക്ഷന്റെ കാര്യത്തിൽ റെനയാണ് എവിക്റ്റ് ആയത്. ഷാനവാസ് നെവിൻ ഇഷ്യൂ ബിഗ് ബോസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? വീക്കെൻഡുകളിൽ വഴക്ക് പറയാൻ വരുന്ന ലാലേട്ടനും മൈക്ക് ശരിയായി ധരിക്കാനും ബാറ്ററി മാറ്റാനും ഒക്കെ പറയുന്ന ബിഗ് ബോസ് എന്ന ശബ്ദവും ക്യാമറകൾ നോക്കാനും എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ടെക്നീഷ്യൻസ് മാത്രമാണ് ബിഗ് ബോസ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. എല്ലാ കണ്ടസ്റ്റൻസ് സസൂക്ഷ്മം മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ വിലയിരുത്തിക്കൊണ്ട് ഒരു ശക്തമായ ബാക്ക് എൻഡ് സപ്പോർട്ട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷാനവാസിന്റെയും നെവിന്റെയൊക്കെ മാനസിക നില വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഇഷ്യൂ ബിഗ് ബോസ് ടീം കൈകാര്യം ചെയ്തത്. ഷാനവാസ് നെവിൻ ഇഷ്യൂവിൽ ലാലേട്ടൻ നൽകിയ ഒരു ടാസ്കിലൂടെ അവർക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം നൽകി. വലിയൊരു പ്രഷറിൽ നിന്ന് ഷാനവാസിനും നെവിനും ഒക്കെ ഈ ഒരു അവസരം അവർക്ക് ആ ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി. കൂടാതെ ഈ ഒരു കാര്യം മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് കൂടുതൽ മോശമാവും എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം ഉപയോഗിച്ച് ചെയ്തുപോയ കാര്യത്തിൽ റിഗ്രറ്റ് ഉണ്ടെന്നും ദേഷ്യത്തിന്റെ പുറത്തും ഗെയിമിന് വേണ്ടിയൊക്കെ അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചാൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതോടുകൂടി അകത്തുള്ള കണ്ടസ്റ്റൻസിന് കുറച്ച് ആശ്വാസം ലഭിച്ചു. പക്ഷെ പുറത്തുള്ള ഫാൻസിനും കൂട്ടർക്കും ഒക്കെ പ്രഷർ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഈ ഒരു ടാസ്കിൽ ഷാനവാസ് സംസാരിച്ചതിൽ നിന്നും പിന്നീട് ആദിലയും നൂറയുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്നും ഷാനവാസ് ആ ഒരു കാര്യം ഉപയോഗിച്ചത് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് മനസ്സിലായി. നാളെ ഇത് മാറ്റി പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് ഷാനവാസ്, ദി മാനിപ്പുലേറ്റർ. എപ്പിസോഡിന്റെ അവസാനം നൂറയോട് ഷാനവാസ് പറയുന്നത് ആദില അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോയതുകൊണ്ട് ഷാനവാസിന് അതിന്റെ കൂടത്തിൽ നിൽക്കേണ്ടി വന്നു എന്ന രീതിയിലാണ്. ആദിലയ്ക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയത് സ്വപ്നം കണ്ടിട്ടൊന്നും അല്ലല്ലോ, ഷാനവാസിന്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ ഇപ്പൊ ഷാനവാസ് ആദിലയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന രീതിയിലാക്കി കാര്യങ്ങൾ. അതായത് ആദില പറഞ്ഞതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പെങ്ങളൂട്ടിമാരുടെ ആങ്ങളെയായിട്ട് ഷാനവാസ് മാറി. നെവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക് എടുത്ത് ലാലേട്ടൻ സംസാരിക്കാതിരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഷാനവാസ് പറഞ്ഞ പോലെ ഇതൊരു ചീഞ്ഞ നാറിയ കേസൊക്കെയാണ്. ഇതൊരു പക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ ഷാനവാസ് ഒരു പക്ഷെ വേറൊരു രീതിയിലായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെന്നെത്തിയാണ്. നെവിന് വലിയ ഡാമേജ് ഉണ്ടാവുന്ന രീതിയിൽ ഷാനവാസിന്റെ ഫാൻസ് ഈ ഒരു കാര്യം എടുത്ത് കത്തിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നിലവിൽ എക്സ്പോസ് ആവാനുള്ളതായിട്ടുമുണ്ട്, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അടുത്തായിട്ട് റെനയുടെ എവിക്ഷനെ പറ്റിയാണ് പറയാനുള്ളത്. പലരും പറഞ്ഞത് റെന ഇപ്പൊ പോകേണ്ട ആളല്ല, ആര്യനോ സാബുമാനോ ഒക്കെയാണ് പോകേണ്ടിയിരുന്നതെന്ന്. ഈ ഒരു ഗെയിമിൽ കളം മാറ്റി ചവിട്ടുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ തക്കതായ കാരണമില്ലാതെ മാറിയാലോ മാറാൻ നോക്കിയാലോ ഒക്കെ പണിയാണ്. റെന, ജിസേല്, ആര്യനൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഇടക്കാലം വെച്ച് റെന ബിന്നിയോട് കൂടുതൽ അടുത്തു. ബിന്നിയുടെ കൂടെ കൂടി റെന ജിസേലിനെ ആര്യനെയൊക്കെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. അതും ഇങ്ങനെ മാറിയിരുന്നുള്ളൊരു കുശൂഷിക്കൽ. റെന ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി ചൊറിയുമായിരുന്നെങ്കിലും കുറ്റം പറയുന്ന ഒരു പരിപാടി, അത് പ്രത്യേകിച്ചും കൂടത്തിൽ നിൽക്കുന്നവരെ കുറ്റം പറയുന്ന പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ബിന്നിയുടെ പ്രചോദനം കൊണ്ടുകൂടിയാണ് ഫ്രണ്ട്സ് ആയിരുന്ന റെനയും ആര്യനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ബിന്നിക്ക് അറിയാമല്ലോ അവർ ഫ്രണ്ട്സ് ആണെന്ന്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തായിരിക്കില്ല, നീ ഒന്ന് പോയി സംസാരിക്കും എന്ന രീതിയിലല്ല ബിന്നി അതിനെ അപ്രോച്ച് ചെയ്തത്. അത് നിനക്ക് ഓക്കെ അല്ലെങ്കിൽ ചോദിക്കാം, ചോദിച്ചു കഴിഞ്ഞ് പിന്നീട് വാല് പറയാൻ നിൽക്കരുത് എന്ന ഗെയിമിന്റെ രീതിയിൽ മാത്രം കണ്ടുകൊണ്ടാണ് ബിന്നി അതിനെപ്പറ്റി സംസാരിച്ചത്. റെനയ്ക്കാണെങ്കിലോ പുറത്തുള്ള തന്റെ റിലേഷൻഷിപ്പിനെ ഇതെല്ലാം ബാധിക്കുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവിടെ നിൽക്കാൻ വലിയ പാടാണ്. എല്ലാ ആഴ്ചയും ഇതുപോലുള്ള കേസുകൾ ഉണ്ടാവുന്നതും അതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്നതൊന്നും ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ വഴിയില്ല. തെറ്റാണെങ്കിൽ കൂടി അതിനൊരു പക്ഷേ പ്രാധാന്യം കിട്ടാതെ പോയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് വീക്കിലെ ടാസ്കിലും റെനയ്ക്ക് കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സാബുമാൻ എന്തുകൊണ്ട് റെനയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി? ഈ ഒരു ആഴ്ചത്തെ കാര്യം മാത്രം എടുത്താൽ വീക്കിലി ടാസ്കിൽ സ്റ്റാച്ചു ആയിട്ടായിരുന്നു സാബുമാൻ നിന്നത്. സ്റ്റാച്ചു ആയിട്ട് നിന്ന് ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന പോലെയുള്ള സാബുമാന്റെ റീൽസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാബുമാനോടൊരു പാവമൊക്കെ തോന്നി ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും റെനയെ പിന്തള്ളി സാബുമാൻ മുന്നിലേക്ക് വന്നത്. മാലയിട്ട് ഓരോരുത്തരായിട്ട് സേവ് ചെയ്ത് അവസാനം വന്നത് ലക്ഷ്മിയും റെനയുമാണ്. അക്ബറാണ് അവസാനമായിട്ട് സേവായ ലക്ഷ്മിയുടെ കഴുത്തിൽ മാലയിട്ടത്. ലക്ഷ്മിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനുള്ള പ്രധാന കാരണം റിയാസ് വന്ന് ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ടാണ്. ഏതായാലും ഈ പറഞ്ഞ കാരണങ്ങളുടെ എല്ലാം ആകെ തുകയായിട്ട് റെനയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയത്. അതൊക്കെയാണ് ഈ ആഴ്ച റെന പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അനീഷ് ഷാനവാസ് കോംബോയെ പറ്റിയാണ് പറയാനുള്ളത്. അനീഷിന്റെ പുറകെയുള്ള ഷാനവാസിന്റെ നടത്തം അനീഷിന് ഇഷ്ടമായിരുന്നു. ഏതായാലും അനീഷ് ഷാനവാസിനോടുള്ള തന്റെ ഫ്രണ്ട്ഷിപ്പ് തുറന്നു സമ്മതിച്ചതോടെ അനീഷിന്റെ പുറകെ നടന്നുകൊണ്ടുള്ള ഷാനവാസിന്റെ ഗെയിം കഴിഞ്ഞു. അപ്പൊ അടുത്ത ഷാനവാസിന്റെ ഗെയിം എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ ഗെയിമിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒറ്റയാനായിട്ട് ഇതുവരെ നിന്ന ആളായിരുന്നു അനീഷ്. ആ അനീഷിനാണ് ഇപ്പോൾ ഷാനവാസിന്റെ മുന്നിൽ അടിവതറിയത്. അനീഷിന് ഷാനവാസ് കൈപ്പിടിയിലാക്കിയോ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചൊക്കെ നമ്മളത് കണ്ടതാണെങ്കിലും ഈ വരുന്ന ആഴ്ചയിൽ നമുക്കതെല്ലാം കൺഫേം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 100% ഉറപ്പാണ് അനീഷിന്റെ ഗെയിമിനെ അത് ബാധിക്കും. അനീഷിന്റെ ഫാൻസിന് അത് കുറച്ച് ക്ഷീണമായിരിക്കും. അനീഷിന് മറ്റൊരാളുടെ കൂടെ ചേർന്ന് ഗെയിം കളിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരം മറ്റൊരാളെ കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നേരത്തെ കളിച്ച പോലെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റില്ല, ഫിയർലെസ് ആയിട്ട് കളിക്കാൻ പറ്റില്ല. കൂടാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ആർട്ടിഫിഷ്യലായി മാറി തുടങ്ങും. പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അനീഷിന് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. എന്നാൽ മറുവശത്തോ
ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഒരു മുതൽ തന്നെയാണ്. ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ വിളിച്ചു കൂടെ ഇരുത്തി സംസാരിച്ച് ഓരോ ആവശ്യത്തിന് കൂടെ നിർത്തുന്ന ആളാണ് ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസിന്റെ കൂടെ ഇനി മുതൽ അനീഷ് ഉണ്ടെങ്കിൽ ഷാനവാസിനെ വിശ്വസിച്ച് അനീഷ് ഉണ്ടാകും ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ. അത് ഷാനവാസ് ഇട്ടുകൊണ്ടിരുന്ന എഫേർട്ട് നന്നായിട്ട് കുറയ്ക്കും. ഷാനവാസിന് ആൾബലം കൂടും. കൂട്ടത്തിലെ കൊമ്പനെ തന്നെയാണ് ഷാനവാസ് മെരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേബലിൽ ഷാനവാസിന് നല്ല ഹൈപ്പ് ഉണ്ടാക്കും. നിലവിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. വരും ദിവസങ്ങളിൽ ഷാനവാസ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അനുമോളെ ലാലേട്ടൻ ഈ വീക്കെൻഡിലും ഒരുപാട് വഴക്ക് പറഞ്ഞു. അനുമോളെ ലാലേട്ടന് ഇഷ്ടമല്ലേ? എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലാലേട്ടൻ ഈ വീക്കിലെ 2 എപ്പിസോഡുകളിലും ശാന്തിയും സമാധാനവും, കൊച്ചു കൊച്ചു ചോദ്യങ്ങളും ഉത്തരങ്ങളും, കഥകളും പാട്ടുകളും, എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള അവസരമൊക്കെ നൽകി ഒരു പോസിറ്റീവ് വൈബ് പിടിച്ച് മുന്നോട്ട് പോയതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലാലേട്ടൻ എന്തിനാണ് ലാസ്റ്റ് നൂറയോടും അനുമോളോടും ഒക്കെ പിണങ്ങിയത്, തിരിച്ചു വരാതെ ദേഷ്യപ്പെട്ടു പോയത്? ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ ചെയ്യുന്ന ഒരു വർക്കാണിത്, നത്തിങ് പേഴ്സണൽ. ആ മനുഷ്യന് ഇതൊരു മാറ്റർ അല്ല. വേണമെങ്കിൽ ആ ഒരു സംഭവത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു ബൈറ്റ് മാത്രമായിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നൂറയും അനുമോളും ചേർത്ത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ബാക്കിയുള്ളവരെല്ലാവരും ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് അകത്തിരിക്കുകയല്ലേ, ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? അകത്തിരിക്കണ്ടായിരുന്നുവെങ്കിൽ പുറത്ത് വന്ന് നിൽക്കാൻ ബിഗ് ബോസ് പറഞ്ഞേനെ, ഓരോരുത്തരായിട്ട് ചെന്ന് മാലയിടാൻ പറഞ്ഞേനെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാവരോടും അകത്ത് തന്നെ ഇരിക്കാനല്ലേ പറഞ്ഞത്. എനിവേ ഈ അനുമോളൊക്കെ പലരും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് അലമുറയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവരെ പിടിക്കാൻ അനുമോൾ ഒരിക്കൽ ഹൗസിലെ CID വരെ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ലാലേട്ടൻ അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് ഇവരോരോന്ന് കാണിക്കുമ്പോൾ ലാലേട്ടൻ അതെല്ലാം കണ്ടുകൊണ്ട് വെറും വാഴയായിട്ട് നിൽക്കണോ? അപ്പോൾ ലാലേട്ടൻ എന്താ വിലയുള്ളത്? ഓൾറെഡി ഇപ്പോൾ കുറച്ച് വീക്കെൻഡ് ആയിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നതിനൊക്കെ എല്ലാവരും ലാലേട്ടന്റെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലുള്ള നിപ്പാണ് നിൽക്കുന്നത്. ഇനിമേൽ ലാലേട്ടൻ പിണങ്ങിപ്പോയതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വഴക്കിട്ട് പോയാൽ ഒരു കണ്ടന്റും ആവും, പ്രൊമോയ്ക്കുള്ളൊരു ബൈറ്റും കിട്ടും, അകത്തും പുറത്തും സംസാരവും ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്താലും ഇവരുടെ ഫാൻസ് പറയും ലാലേട്ടൻ എന്താണ് അനുമോളോട് ഇത്ര പ്രശ്നമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് ഓവറല്ലേ ഇവരുടെ പരിപാടികൾ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്